ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്കൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? കണ്ണൂർ മാർക്കറ്റിൽ പോയ സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടായതാണ്. കിലോ വന്നിട്ട് 100 രൂപക്ക്, കിലോന് 400 രൂപ അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ കുട്ടപ്പനാക്കി എടുക്കണ്ടേ? മസാല വരക്കാൻ വേണ്ടിയിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ വന്നിട്ട് ഗരം മസാല, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടെടുത്ത് നല്ലതുപോലെ ഒന്ന് പെരക്കി സൈഡാക്കി വെക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് അതിലേക്കിട്ട് ഓരോന്നിട്ട് കൊടുത്തിട്ട് അങ്ങ് പൊരിച്ചെടുക്കണം. നല്ല കുട്ടപ്പനാക്കിയിട്ട് എടുക്കണം. രണ്ട് സൈഡും നന്ന ഡ്രൈ ആക്കി പൊരിക്കണ്ട. നന്ന ഡ്രൈ ആക്കണ്ടെന്ന് വെച്ചാൽ കൊട്ടമാസം ആക്കണ്ടാന്ന്. അപ്പോൾ ചെറുങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കണം. എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതറിയും, എന്നാലും ഞാൻ പറയും. അപ്പോൾ രണ്ട് സൈഡ് ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചെമ്മീൻ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. എന്നിട്ട് അതിലേക്ക് വേണ്ട ബാക്കിയുള്ള മസാലകൾ നമുക്കൊന്ന് റെഡിയാക്കി വെക്കണം. അതിനായിട്ട് കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞത്, അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയെല്ലാം നല്ലതുപോലെ വാടി സെറ്റായതിന് ശേഷം അതിലേക്ക് വന്നിട്ട് പച്ചമുളകും ഇട്ട് കൊടുക്കാം. പച്ചമുളകും അതുപോലെ തന്നെ വാട്ടിയെടുക്കണം. പിന്നെ വന്നിട്ട് തക്കാളി ചെറുതായി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായതിനും. ഇതിലേക്ക് ഞാൻ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. നേരത്തെ ചെമ്മീൻ പെരക്കാനെടുത്ത് അതേ സാധനങ്ങൾ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. പിന്നെ അല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മളെ തക്കാളിയും അതുപോലെ തന്നെ ഉള്ളിയെല്ലാം നല്ലതുപോലെ ഇതിൻ്റെ അകത്ത് മിക്സ് ആയിട്ട് വരണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച നമ്മളെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് മെയിൻ ആയിട്ടുള്ളൊരു സാധനം ഇടാനുണ്ട്. എന്താണെന്നറിയാം? തേങ്ങയാണ്. ഇങ്ങനെയുള്ള സാധനങ്ങൾ വറ്റിച്ചെടുക്കുമ്പോൾ, റോസ്റ്റ് ഉണ്ടാക്കിയെല്ലാം എടുക്കുമ്പം തേങ്ങ ഇതുപോലെ ചിരകി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പം അങ്ങനെ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് വന്നിട്ട് ഇനി സംഭവം എല്ലാം റെഡി. ഇനി പ്ലേറ്റിലേക്ക് ഇടുകയും വേണ്ടും. അതിലേക്ക് മുന്നേ എന്നൊരു സാധനം വേണ്ടത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല ചൂട് പാർന്ന് ചോറിൻ്റെ അകത്തിട്ട് കഴിക്കണം. എൻ്റെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാൽ? ഞാൻ പറഞ്ഞ് ചടപ്പിച്ചെന്നറിയും, എന്നാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ്.